അവരെ കുറ്റം പറഞ്ഞിട്ട് നമ്മളാരെങ്കിലും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ, നമുക്ക് അല്ലാഹു തിരിച്ചറിവ് നൽകട്ടെ, നമ്മുടെ നാവുകളെ അല്ലാഹു സമ്പന്നമാക്കട്ടെ. ഇന്ത്യ രാജ്യത്ത് 2400-ലേറെ പള്ളികൾ നിർമ്മിച്ചയാളാണ് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് ആരോഗ്യമില്ലേ? നിന്റെ കയ്യിൽ വേണമെങ്കിൽ പണമില്ലേ? ഇവിടെ മുതലാളിമാരെന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു പള്ളി വെച്ചിട്ടുണ്ടോ? പോട്ടെ, ഒരു യതീം കുട്ടിയെ പോറ്റിയിട്ടുണ്ടോ? സ്വർഗത്തിൽ യതീമിനെ സംരക്ഷിക്കുന്നവന് ഞാനും ഇപ്രകാരമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പെരുവിരലും സഹോദരങ്ങളെ നടുവിരലും അവിടുത്തെ ചൂണ്ടുവിരലും ഉയർത്തിപ്പിടിച്ചു കാണിച്ചു ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അനവകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹകദാ. 3000-ഓളം അനാഥ മക്കളെ പോറ്റുന്നയാളാണ് എ.പി. ഉസ്താദ്. 2400-ലേറെ പള്ളികൾ ഇന്ത്യ രാജ്യത്ത് നിർമ്മിച്ചയാളാണ് എ.പി. ഉസ്താദ്. ഒരു ചെറിയ പള്ളിയെങ്കിലും ഞാനോ നിങ്ങളോ നിർമ്മിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളെ പോറ്റുന്നതിനോടൊപ്പം ഒരു അനാഥനായ കുട്ടിയെങ്കിലും ഞാനോ നിങ്ങളോ പോറ്റിയിട്ടുണ്ടോ? ആ മനുഷ്യനെ പറ്റി എത്ര ആളുകളാണ് ആക്ഷേപം പറയുന്നത്? ആ വലിയ മനുഷ്യനെ പറ്റി എത്ര ആളുകളാണ് ഫിത്ന പറയുന്നത്? രക്ഷപ്പെടാൻ മാർഗമില്ല. അല്ലാഹുവിനെ നമ്മൾ പേടിക്കണം കേട്ടോ സഹോദരങ്ങളെ, അല്ലാഹുവിനെ നമ്മൾ ഭയപ്പെടണം സഹോദരങ്ങളെ. എല്ലാ ആലിമീങ്ങളും അല്ലാഹുവിന്റെ ദീന് പഠിച്ചവരാണ്. അവരല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് നമ്മളെ പോലെ വിശ്രമമില്ല, അവർക്കുറക്കമില്ല. ഞാനതാ തിരുവനന്തപുരത്ത് നിന്ന് 600, 700, 750, 800 കിലോമീറ്റർ താണ്ടി ഈ കുടകം എന്ന് പറയുന്ന ഈ ചെറിയ സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് ക്ഷീണമായി പോയി. ഞാനൊരു ബാലക്കാരനാണ്, എനിക്ക് 28 വയസ്സ് പ്രായമുണ്ട്. ഞാൻ എൻ്റെ വാഹനത്തിൽ AC-യിട്ട് വന്നിട്ടും എനിക്ക് ക്ഷീണമായി പോയി. 74 വയസ്സ് കഴിയുമ്പോഴും എ.പി. ഉസ്താദിന് ഉറക്കമില്ല, അവിടുന്ന് റെസ്റ്റ് എടുക്കുന്നില്ല, അവിടുത്തേക്ക് വിശ്രമമില്ല. ഇന്ന് ബോംബെയിലാണെങ്കിൽ നാളെ ഓസ്ട്രേലിയയിലാണ്, ഓസ്ട്രേലിയയിലാണെങ്കിൽ നാളെ കർണാടകയിലാണ്, കർണാടകയിലാണെങ്കിൽ അതാ ലിബിയയിൽ പോകുകയാണ്, ചെച്നിയയിൽ പോകുകയാണ്. സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ എല്ലായിടത്തും പള്ളികൾ സ്ഥാപിക്കാൻ പോകുകയാണ്. ഞാനതാ ഉള്ളാളത്ത് പഠിക്കുന്ന സമയത്ത് സാബിർ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനെ പരിചയപ്പെടുകയാണ്. അവൻ അതിർത്തി പ്രദേശമായ ചൈനയുടെ അതിർത്തി പ്രദേശമായ സിക്കിം എന്ന് പറയുന്ന സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. അവൻ ആലപ്പുഴക്കാരനാണ്, ചെറുപ്പക്കാരനാണ്. അവൻ ഉള്ളാളത്ത് തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വന്നപ്പോൾ എന്നെ പരിചയപ്പെട്ടതാണ്. അവൻ എന്നോട് പറഞ്ഞു, അതാ ചൈനയുടെ അതിർത്തി പ്രദേശമായ സിക്കിം എന്ന് പറയുന്ന സ്ഥലത്ത് മഞ്ഞ് പെയ്യുന്ന ചളി പെയ്യുന്ന ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മലയുള്ള വലിയ സ്ഥലത്ത് എനിക്ക് മിലിറ്ററി ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിപ്പെട്ടപ്പോൾ ഞാനൊരു പള്ളിയിൽ ബാങ്ക് കേട്ടപ്പോൾ ആ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയി. ആ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി അവിടെ അതാ ഒരു വലിയ കുഗ്രാമമാണ്. ആ പള്ളിയിൽ ഞാൻ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇമാം എന്നെ വന്ന് പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞു കേരളക്കാരനാണ്. അന്നേരത്തെ ആ ഇമാമ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കോഴിക്കോട് അറിയുമോ? മിലിറ്ററിക്കാരനായ സാബിർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് കാന്തപുരം ഉസ്താദിനെ അറിയുമോ? സഹോദരങ്ങളെ, അതിർത്തി പ്രദേശമായ ചൈനയിലെ സിക്കിം എന്ന് പറയുന്ന ആ ഒരു വലിയ കാനന മധ്യത്തിൽ മലമുകളിലുള്ള വലിയ പള്ളിയിൽ ഖിദ്മത്തെടുക്കുന്ന ഉസ്താദ് കാന്തപുരം ഉസ്താദിനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ പട്ടാളക്കാരനായ സാബിറിനെ കെട്ടിപ്പിടിച്ചൊരു പൊട്ടിക്കരച്ചിലാണ്. എന്റെ ഉസ്താദാണ് എ.പി. ഉസ്താദ്, എന്നയുടെ സിക്കിമിലെ ഖിദ്മത്തിന് പറഞ്ഞേച്ചത് എ.പി. ഉസ്താദാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ നാനാ
മുക്കിലും മൂലയിലുമെല്ലാം അല്ലാഹുവിന്റെ ഹഖായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി മുതല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ഇൽമു കൊടുത്ത് വസ്ത്രം കൊടുത്ത് യതീം മക്കളെ പോറ്റി നാടായ നാട് മുഴുക്ക പള്ളികൾ ഉണ്ടാക്കി ഒരു നാടിന്റെ മുഴുവനും ഒരു സമുദായത്തിന്റെ വേദന കേട്ട് ദ്രോധനം കേട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉറക്കമില്ലാതെ ഊണില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വലിയ ആലിമായ ഉസ്താദിനെ നമ്മൾ മഹബ്ബത്ത് വെച്ചാൽ, നമ്മൾ ഖൽബ് കൊണ്ട് ഇഷ്ടം വെച്ചാൽ അൽമറു മഅമൻ അഹബ്ബ, ആരെ ഇഷ്ടം വെക്കുന്നുവോ അവരോടൊപ്പമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ത്യ രാജ്യത്ത് 2400-ലേറെ പള്ളികൾ AP ഉസ്താദ് നിർമ്മിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഇസ്ലാമിക ചരിത്രമെടുത്ത് മറിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു പണ്ഡിതൻ 2400-ലേറെ പള്ളികൾ 1400 കൊല്ലത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. എന്റെയും നിങ്ങളുടെയും ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാഭിമാന പുത്രനായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചക്രവർത്തിയായി ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന സുൽത്താനുൽ ഉലമാ AP അബൂബക്കർ ഉസ്താദ് എന്ന മനുഷ്യനാണ് 2400 പള്ളികൾ നിർമ്മിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ മുഴുവനും ഇത്ര മനോഹരമായൊരു മഹിതാധ്യായം മഹിഷ്ടാധ്യായം ചരിച്ചിട്ടുള്ളത്, രചിച്ചിട്ടുള്ളത്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്ത് നൽകട്ടെ. 3000-ലേറെ യതീം മക്കളെ പോറ്റുന്നയാളാണ് AP ഉസ്താദ്. നിങ്ങൾക്ക് കശ്മീർ അറിയുമോ? കശ്മീർ എന്താണ്? ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നാടാണ് കശ്മീർ. ഇന്ത്യ രാജ്യത്തിന്റെ പൂങ്കാവനമെന്നാണ് കശ്മീർ അറിയപ്പെടുന്നത്. പക്ഷേ കശ്മീരിലെ ജനങ്ങൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. നമ്മുടെ കുട്ടികൾ പുസ്തകം നോക്കി അക്ഷരം പഠിക്കുന്ന സമയത്ത്, നമ്മുടെ മക്കൾ സ്കൂളുകളിൽ ബാഗും തൂക്കി പോകുന്ന സമയത്ത് കശ്മീരിലെ കുട്ടികൾ കലോഷ്നിക്കോവ് തോക്കെടുത്ത് വെച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവര് വെടിവെച്ച് പഠിക്കുകയാ, അവര് കൊള്ള നടത്തുകയാ, അവര് കൊലപാതകം നടത്തുകയാ, അവരെങ്ങനെയാണ് ടെററിസ്റ്റുകളാകാമെന്ന് പരിശീലനം നടത്തുകയാ. ആ കലാപകലുഷിതമായ കശ്മീരിന്റെ മണ്ണിലേക്ക് അവിടേതാ അനാഥ മക്കളാണ്. അവരുടെ വാപ്പമാര് വെടിയേറ്റു മരിച്ചുപോയി. അവരുടെ ഉമ്മമാരെ തീവ്രവാദികൾ ഹർക്കത്തുൽ അൻസാർ, ഹർക്കത്തുൽ മുജാഹിദീൻ, അല്ലാ ടൈഗേഴ്സ്, ഹിസ്ബുൾ മുജാഹിദീൻ, അങ്ങനെ ധാരാളം പേരുകളിൽ എല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ വകയാണ്, എല്ലാം മുജാഹിദിന്റെ വകയാണ്. കശ്മീരിലുള്ള എന്നല്ല, ലോകത്ത് നടക്കുന്ന മുഴുവൻ തീവ്രവാദി സംഘടനകളും, അത് അൽ ഖാഇദയായിരുന്നാലും ഇസീസ് ആയിരുന്നാലും എന്തായിരുന്നാലും മുഴുവനും മുജാഹിദിന്റെയും വഹാബിസത്തിന്റെയും മൗദൂദിസത്തിന്റെയും ആളുകളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമുക്ക് ടെററിസ്റ്റുകളാകാൻ പറ്റൂല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പഠിച്ചവരാണ് നമ്മള്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കാരുണ്യമാകേണ്ടവരാണ് നമ്മള്. കാരണം പുന്നാര ഹബീബ് നമ്മുടെ എല്ലാം കരളിന്റെ കഷ്ണമായ ജീവന്റെ തുടിപ്പായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും കാരുണ്യമാണ്. നമ്മളവിടുത്തെ അനുയായികളാണ്. അതുകൊണ്ട് നമുക്ക് കൊല നടത്താൻ പറ്റൂല, കൊലപാതകം പറ്റൂല, വർഗീയത പറ്റൂല, വംശീയത പറ്റൂല. സഹോദരങ്ങളെ, കശ്മീരിൽ തീവ്രവാദികൾ പ്രിയപ്പെട്ട മാതാവിനെ മാനഭംഗപ്പെടുത്തുകയും പിതാവിനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്ത നിരപരാധികളായ യതീം മക്കൾ, അവർക്ക് പാഠശാലകളില്ലായിരുന്നു, അവർക്ക് സ്കൂളുകളില്ലായിരുന്നു, അവർക്ക് പുസ്തകങ്ങൾ പഠിക്കാനില്ലായിരുന്നു. AP ഉസ്താദാണ് അവരുടെ കയ്യിൽ പാഠപുസ്തകങ്ങൾ വെച്ചു കൊടുത്തത്. AP ഉസ്താദാണ് അവർക്ക് സ്കൂൾ ഉണ്ടാക്കി കൊടുത്തത്. മക്കളെ, നിങ്ങൾ തീവ്രവാദികളാകേണ്ടവരല്ല, നിങ്ങൾ തോക്ക് പിടിക്കേണ്ടവരല്ല, നിങ്ങൾ പേന പിടിക്കേണ്ടവരാണ്, നിങ്ങൾ പുസ്തകം പിടിക്കേണ്ടവരാണ്, നിങ്ങൾ ഖുർആൻ പഠിക്കേണ്ടവരാണ്, നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കേണ്ടവരാണ്. ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി വർത്തിക്കേണ്ടവരാണെന്ന് പഠിപ്പിച്ചതാരാ? ശൈഖുനാ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദാണ്. യതീം മക്കളുടെ പിതാവ് അബുൽ ലൈത്താർ.
അതുകൊണ്ട് സഹോദരങ്ങളെ അവിടുത്തെ മഹബത്ത് വെച്ച് നമ്മൾ ജീവിക്കണം. ഒരൊറ്റ ആലിമീങ്ങളെയും നമ്മൾ തെറി പറയണ്ട. മഹാനായ കാളമ്പാടി ഉസ്താദ് വഫാത്തായി പോയില്ലയോ, അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഒരൊറ്റ ആലിമീങ്ങളെയും കുറ്റം പറയണ്ട, ഒരൊറ്റ ആലിമീങ്ങളെയും നമ്മൾ തെറി വിളിക്കണ്ട, ഒരൊറ്റ ആളെയും നമ്മൾ ഫിത്ന പറയണ്ട. നമ്മുടെ നാവ് നാളെ ഖബറിൽ ചൊല്ലുമ്പോൾ അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി ഇസ്ലാം ദീനി അൽ കഅബത്തു ഖിബ്ലതി വൽ മുഅ്മിനൂന ഇഖ്വാനി എന്ന മാലാഖമാരുടെ ചോദ്യങ്ങൾക്ക് ആൻസർ പറയാനുള്ള നാവാണ് നമ്മുടെ നാവ്. ആ നാവ് നമ്മൾ ഖബറിൽ ആൻസർ പറയാൻ പറ്റിയ നാവാകണമെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് ഒരൊറ്റ ആലിമിനെയും തെറി പറയാതിരിക്കണം, ഒരൊറ്റ തങ്ങളെയും നമ്മൾ കുറ്റം പറയാതിരിക്കണം, നമ്മൾ ഫിത്ന പറയാതിരിക്കണം, നമ്മൾ ഫസാദ് പറയാതിരിക്കണം. അല്ലാഹു ആ നിലയ്ക്ക് നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ കറാഹത്ത്